യാത്രകൾ തുടരുകയാണ്. വെൽക്കം ബാക്ക് ടു ട്രാവൽ ആൻഡ് എക്സ്പ്ലോർ വിത്ത് ശ്രീ. മഹാബലിപുരത്തിൻ്റെ ഏറ്റവും ആകർഷകമായ ലാൻഡ്മാർക്കുകളാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. പതിവ് പോലെ ഇവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്ന് എന്നെ ഇവിടെ ഇറക്കിയതിന് ശേഷം ഓട്ടോ ചേട്ടൻ ഇവിടുന്ന് പോവുകയാണ്. ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ഇറങ്ങുകയാണ്. ആദ്യം ഞാൻ നേരെ പോയത് നമ്മുടെ കൃഷ്ണ മണ്ഡപത്തിലേക്കാണ്. മഹാബലിപുരത്തിൻ്റെ ഏറ്റവും മികച്ച പാറയിൽ കൊത്തിയ ഗുഹാക്ഷേത്രങ്ങളിലൊന്നായ കൃഷ്ണ മണ്ഡപം. ഇവിടുത്തെ ചരിത്രങ്ങളും കഥകളും ഒക്കെ കാണാനായിട്ട് എന്നോടൊപ്പം ഈ യാത്രയിൽ കൂടിക്കോട്ടോ. ഭഗവാൻ കൃഷ്ണൻ ഗോവർദ്ധൻ കുന്നിനെ ഉയർത്തിയതിൻ്റെ ഐതിഹാസിക കഥ വിവരിക്കുന്ന അവിശ്വസനീയമായ ശിലാ കൊത്തുപണികളാണ് ഈ പുരാതന മാസ്റ്റർ പീസ് പ്രദർശിപ്പിക്കുന്നത്. സങ്കീർണമായ ശില്പങ്ങൾ മുതൽ കല്ലിൽ തീർത്ത ഡിവൈൻ സ്റ്റോറി ടെല്ലിംഗ്. കൃഷ്ണ മണ്ഡപം പല്ലവ കലയുടെയും ഭക്തിയുടെയും ഒരു യഥാർത്ഥ ഉദാഹരണം. ഈ വീഡിയോയിൽ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണങ്ങൾ, കൊത്തുപണികളിലെ മറഞ്ഞിരിക്കുന്ന വിശദാംശങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളും മഹാബലിപുരത്തിൻ്റെ നമ്മൾ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാക്കി മാറ്റുന്ന എല്ലാ ആകർഷണങ്ങളും ആണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെ കണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ റോഡിലൂടെ പോകുമ്പം നമ്മൾ അടുത്ത് കാണുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ് കാണുന്നത്. നമ്മൾ ആ ക്ഷേത്രത്തിൽ പോയി, പക്ഷെ അവിടെ അടച്ചു, കയറാൻ പറ്റിയില്ല. അപ്പം നമ്മൾ നേരെ അടുത്ത സ്ഥലത്ത് അർജുന പെനാൻസ്. ഇത് വെറുമൊരു കൊത്തുപണിയല്ല. ഏകദേശം 96 അടി വീതിയും 43 അടി ഉയരവുമുള്ള ലോകത്തിലെ വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് ഓപ്പൺ എയർ റോക്ക് കർവിങ്സ് ആണ്. ഇതെല്ലാം 7-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കാലത്തെ പോലത്തെ ആധുനികമായിട്ടുള്ള ഉപകരണങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ വെറും ചുറ്റികയും മറ്റും ഉപയോഗിച്ച് മാത്രം ചെയ്തതാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ തന്നെ പാടാണല്ലേ. എന്തായാലും ഈ കല്ലിന് ജീവൻ നൽകിയിരിക്കുന്ന പല്ലവ കരകൗശല വിദഗ്ധർ ശരിക്കൊരു അത്ഭുതമാണ് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. ഓരോ രൂപങ്ങളും ജീവികളും ഓരോ മൃഗങ്ങളിലും സർപ്പങ്ങളൊക്കെയുള്ളതാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നിയത് ഈ ആനകളുടെ ഒരു കുടുംബം ആണ് കേട്ടോ. എന്താണെങ്കിലും അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. ശരിക്കും ജീവനുള്ള പോലെയൊക്കെ നമുക്ക് തോന്നും. 2 ഐതിഹ്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ കുരുക്ഷേത്ര യുദ്ധത്തിനുള്ള ദിവ്യായുധമായ ശക്തമായ പാശുപതാസ്ത്രം ലഭിക്കാനായിട്ട് മഹാഭാരതത്തിലെ അർജുനൻ ശിവഭഗവാനോട് തീവ്രമായ തപസ് അനുഷ്ഠിക്കുന്നതാണ്.